എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എപ്പോഴാണ് എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കും മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളിലേക്ക് തീർച്ചയായും അടിക്കേണ്ട മറക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അതിനെ വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ വിദ്യാർത്ഥികളെ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. +1 അലോട്ട്മെൻറ്റ്. ഈ വർഷത്തെ +1 അലോട്ട്മെൻറ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ ഉടൻ ഉണ്ടാകും. അപ്പോൾ എന്താണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്? ഇതിലാരെയൊക്കെയാണ് പരിഗണിക്കുക? സ്പോട്ട് അഡ്മിഷൻ എന്താണ്? രജിസ്ട്രേഷൻ എപ്പോൾ? എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരെ പറഞ്ഞൊന്നും നീട്ടുന്നില്ല, ഞാൻ കാര്യത്തിലേക്ക് തന്നെ കിടക്കാം കേട്ടോ. ഈ സ്പോട്ട് അഡ്മിഷൻ എന്താണെന്നാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനും ശേഷമായിരിക്കും എന്ത് ചെയ്യുക? സ്പോട്ട് അഡ്മിഷൻ നടക്കുക. അതായത് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തല്ല, നിങ്ങൾ അലോട്ട്മെൻറ്റിലൂടെ നേടുന്ന അഡ്മിഷൻ അല്ല സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് നിങ്ങൾക്ക് സ്കൂളുകളിൽ പോയി എടുക്കാനുള്ള അഡ്മിഷനാണ് സ്പോട്ട് അഡ്മിഷൻ എന്നുകൊണ്ടത് അർത്ഥമാക്കുന്നത്. വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് സ്കൂളുകളിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവിടുത്തെ എടുക്കാൻ സാധിക്കുന്ന അഡ്മിഷനാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് നിങ്ങൾക്ക് സ്കൂളുകളിൽ പോയിട്ടാണ് സ്പോട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. അങ്ങനെ എടുക്കാൻ പറ്റുന്ന അഡ്മിഷനെയാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അതെന്താണെന്ന് ഞാൻ അതിലേക്ക് വരുമ്പോൾ അതിനാദ്യം നടക്കാൻ പോകുന്നത് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാം. ഒന്നെങ്കിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ആദ്യം, അല്ലെങ്കിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആദ്യം. എന്തായാലും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും സപ്ലിമെൻ്ററി ഫസ്റ്റ് സപ്ലിമെൻ്ററി മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും പിന്നെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും, അത് മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും, അപേക്ഷയിലെ തെറ്റ് കാരണം അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്തായി പോയ വിദ്യാർത്ഥികൾക്കും, ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? HSCAPൻ്റെ വെബ്സൈറ്റ് വഴിയാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ട അപേക്ഷകൾ വിദ്യാർത്ഥികൾ സമർപ്പിക്കേണ്ടത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വരുമ്പോൾ കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് ഈ ചാനൽ മുഖാന്തരം എത്തിക്കുന്നതായിരിക്കും. +1 അലോട്ട്മെൻ്റ് ആയാലും +1 +2 പരീക്ഷകൾ സംബന്ധിച്ച്, റിസൾട്ട് സംബന്ധിച്ച്, ടൈം ടേബിൾ സംബന്ധിച്ച്, ആൻസർ കീകൾ സംബന്ധിച്ച്, ഡിഗ്രി കാലഘട്ടത്തിലും അലോട്ട്മെൻറ്റ് സംബന്ധിച്ച് ഒക്കെയുള്ള വിവരങ്ങൾ, സെമസ്റ്റർ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കും. അപ്പോൾ എന്താണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കാം. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്കുള്ള അവസാന അവസരം എന്ന് പറഞ്ഞതാണ്. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും കൂടെ കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അലോട്ട്മെൻറ്റുകളെല്ലാം സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റോട് പൂർത്തിയായി. ഇനിയുള്ളത് സ്പോട്ട് അഡ്മിഷനാണ്. എന്താണ് ഈ സ്പോട്ട് അഡ്മിഷൻ? എങ്ങനെയാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുക? എന്നിങ്ങനെയുള്ള വിവരങ്ങൾ നമുക്കിപ്പോൾ പരിശോധിക്കാം. സ്പോട്ട് അഡ്മിഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലാണോ സ്പോട്ട് അഡ്മിഷന് പോകാൻ, അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ, അതായത് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റിനായി അപേക്ഷ നൽകിയിട്ടും മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല, അപേക്ഷ പോലും വിളിച്ചിട്ടില്ല, റിസൾട്ട് വന്നു കഴിയുമ്പോൾ
അപേക്ഷയും വിളിച്ചിട്ടില്ല. ഇപ്പം അപേക്ഷയൊക്കെ വിളിച്ചു കഴിഞ്ഞ് റിസൾട്ടും വന്നു കഴിയുമ്പോൾ സെക്കൻഡ് സപ്ലിമെൻ്ററിയിലും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിനായിട്ട് അപേക്ഷ നൽകാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലാണോ പോകാൻ താല്പര്യമുള്ളത് ആ സ്കൂളുകളിലൊക്കെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ കാര്യമല്ല, ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇതൊരു മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. ആ വിദ്യാർത്ഥി എന്ത് ചെയ്യണം? ഏത് സ്കൂളിൽ പോകുന്നത്? ഇപ്പോൾ ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ്. അപ്പോൾ എനിക്ക് അറിയാവുന്ന സ്കൂളുകളുടെ പേര് പറയാം. അപ്പം GHS തായ്നൂർ സ്പോട്ട് അഡ്മിഷൻ പോകാൻ താല്പര്യമുണ്ട്. അപ്പോൾ GHS തായ്നൂർ പോയിട്ട് അവർ പറയുന്ന ഡേറ്റിൽ പോയിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. കോടോത്ത് പോകാൻ താല്പര്യമുണ്ട്, കോടോത്ത് പോയി ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു 2 ദിവസം നിങ്ങൾക്കിതിന് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള അവസരം തരും. അതിനുശേഷം എന്ത് ചെയ്യും? അതിനുശേഷം എന്ത് ചെയ്യും? ഒരു ദിവസം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതായത് എന്താണ്? നിങ്ങളുടെ റാങ്കും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഏത് സ്കൂളിലേക്കാണോ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ളതെന്ന് നോക്കി. അതായത് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു വിദ്യാർത്ഥി GHS തായ്നൂർ സ്കൂളിലേക്കും GHS കോടോത്ത് സ്കൂളിലേക്കും അപേക്ഷ കൊടുത്തു. അപ്പോൾ ആ വിദ്യാർത്ഥി നോക്കേണ്ടത് ഈ 2 സ്കൂളിലെയും റാങ്ക് നോക്കണം. ആ വിദ്യാർത്ഥിയുടെ റാങ്ക് എത്രയാണെന്നും ആ സ്കൂളിൽ അവസാനം പ്രവേശിച്ച വിദ്യാർത്ഥിയുടെ റാങ്ക് എത്രയാണെന്ന് നോക്കിയിട്ട് ആ വിദ്യാർത്ഥിക്ക് അവിടെ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നേരിട്ട് അഡ്മിഷനായി ഹാജരാകാൻ സാധിക്കും, അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. സ്പോട്ട് അഡ്മിഷൻ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആദ്യം ഇഷ്ടമുള്ള സ്കൂളുകളിലൊക്കെ പോയിട്ട് അപേക്ഷ കൊടുക്കുക, അവർ പറഞ്ഞ ഡേറ്റിൽ. ശേഷം ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു ദിവസം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ശേഷം അഡ്മിഷൻ എടുക്കാൻ പറയുന്ന ദിവസങ്ങളിൽ പോയിട്ട് നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞ GHS തായ്നൂരും GHS കോടത്തുമാണ് ഒരു വിദ്യാർത്ഥി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 2 സ്കൂളിലും വെച്ച് ആ വിദ്യാർത്ഥിക്ക് ഏത് സ്കൂളിലാണോ കിട്ടാൻ സാധ്യത കൂടുതൽ ആ സ്കൂളിൽ പോയിട്ടുള്ള ഡയറക്റ്റായിട്ട് അഡ്മിഷൻ എടുക്കുക. ഇതാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ എപ്പോഴാണ്? ഈ സ്പോട്ട് അഡ്മിഷൻ സംബന്ധിച്ച് ഇതിൻ്റെ രജിസ്ട്രേഷൻ എപ്പോഴാണെന്നാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ ഒന്നെങ്കിൽ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ആയിരിക്കും ആദ്യം വിളിക്കുക. അതിനുശേഷമായിരിക്കും സെക്കൻഡ് സപ്ലിമെൻ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവ് വരുന്ന വേക്കൻസികളിലേക്കായിരിക്കും എന്ത് ചെയ്യുക? സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിക്കുക. അതിനും ശേഷമായിരിക്കും വീണ്ടും ഒഴിവ് വരുന്ന വേക്കൻസികളിലേക്ക് എന്ത് ചെയ്യും? ഞാൻ ഈ പറഞ്ഞ സ്പോട്ട് അഡ്മിഷനും വിളിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? രജിസ്ട്രേഷൻ എന്തായാലും സെക്കൻഡ് സപ്ലിമെൻ്ററി അല്ല, എന്തായാലും സ്പോട്ട് അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ എപ്പോഴാണെന്ന് നിങ്ങളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഒന്നെങ്കിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആദ്യം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആദ്യം. മിക്കവാറും ട്രാൻസ്ഫർ ആയിരിക്കും വരാൻ സാധ്യത കൂടുതൽ. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ആയിരിക്കും മിക്കവാറും ട്രാൻസ്ഫർ വന്നതിന് ശേഷം ആയിരിക്കും മിക്കവാറും സെക്കൻഡ് സപ്ലിമെൻ്റ് വരിക. ഇനി ഏതാദ്യം വന്നാലും ഏതായാലും വന്നാലും അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഈ ചാനലിലൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ എന്നാൽ ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ശേഷവും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷവുമായിരിക്കും എന്ത് ചെയ്യുക? സ്പോട്ട് അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ വിളിക്കുക. ഓക്കെ, എല്ലാം അവസാന ശേഷം മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക് പിന്നെ 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻ്റ് ഒന്നും ലഭിക്കാതെ വിദ്യാർത്ഥി, അതായത് മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിക്കാത്തവർക്ക്, 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിക്കാത്തവർക്ക്, ഒന്നും കൂടെ പറയാം, സ്പോട്ട് അഡ്മിഷനിൽ മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സ്പോട്ടിനായി അപേക്ഷ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുക.
പിന്നെ പല വിദ്യാർത്ഥികളും ഒരുപാട് വിദ്യാർത്ഥികളാണ് നമ്മളോടിപ്പോൾ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ്, അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെൻ്റ് ഒന്നും ലഭിക്കുന്നില്ല. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ തമ്മിലിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ 10 മിനിറ്റ്, ഇപ്പോൾ കൃത്യം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ആ 10 മിനിറ്റോട് കൂടി വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞു. അത് ഈ തമ്മിലിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടാൽ മതി. അതായത് നിങ്ങൾക്ക് ഈ +1 അലോട്ട്മെൻറ്റ് ഇതുവരെ അപേക്ഷ കൊടുത്തിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ എന്താണ് ഇനി ലഭിക്കാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ, ഈ +1ൻ്റെ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ഈ പ്രൊസീജിയറൊക്കെ നടക്കുക എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇനിയുള്ള മുന്നോട്ടുള്ള ഭാഗങ്ങൾ കണ്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടം വെച്ച് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, സ്പോട്ട് അഡ്മിഷൻ, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, സ്പോട്ട് അഡ്മിഷൻ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതാ ഈ 10 മിനിറ്റോട് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി +1 അലോട്ട്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ അറിയണം. ഇതിനെക്കുറിച്ചൊക്കെ എന്തുകൊണ്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുന്നത്, ഇതെന്തുകൊണ്ടാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ, നല്ല മാർക്കുണ്ടായിട്ടും ഇല്ലാത്ത, അതിനൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം, ഒരാളെയും ഞാൻ നിർബന്ധിക്കുന്നില്ല, കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഈ +1 അലോട്ട്മെൻറ്റ് പല വിദ്യാർത്ഥികൾക്കും അപേക്ഷിച്ച് കിട്ടാത്തതിനൊറ്റ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് എന്താണ് എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്കൊരു വിദ്യാർത്ഥിയുടെ രജിസ്റ്റർ നമ്പറും ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും അയച്ചു തന്നു. അപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആ എൻ്റെ കൂട്ടുകാരൻ, അവന് പരിചയമുള്ള ഏതൊരു വിദ്യാർത്ഥിയാണ്, ഞാൻ പേരോ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തുന്നില്ല, പേരെല്ലാം ആണാണോ പെണ്ണാണോന്നൊന്നും പറയുന്നില്ല, ഞാൻ എന്നോട് റിസൾട്ട് നോക്കിയിട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആരാന്നൊന്നും വെളിപ്പെടുത്തുന്നില്ല കേട്ടോ, പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ആളെയും വെളിപ്പെടുത്തുന്നില്ല, ഏത് ജില്ലക്കാരനെന്ന് പോലും ഞാൻ വെളിപ്പെടുത്തുന്നില്ല കേട്ടോ. ഓക്കെ, എന്തായാലും ജില്ല വെളിപ്പെടുത്തിയേക്കും, ജില്ല കാസർഗോഡാണ്, ജില്ല കൊണ്ട് ഒന്നും ആകിയല്ലോ. അതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിൽ തന്നെ എൻ്റെ കൂടെ തന്നെ +2 പഠിച്ചൊരു, ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ ഞാൻ ഹ്യൂമാനിറ്റീസാണ് +2 പഠിച്ചത്. ആ ഹ്യൂമാനിറ്റീസിൽ പഠിച്ച ഒരുത്തന്നെ അവന് പരിചയമുള്ള ഏതോ ഒരു അവൻ്റെ അനിയനോ ചേട്ടനോ എന്തോ വകയിലുള്ള ഒരാളുടെ, അല്ലെങ്കിൽ പരിചയമുള്ള ഒരാളുടെ എന്ത് ചെയ്തു, ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും എനിക്ക് അയച്ചു തന്നു. ആ വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെന്ന്. ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ആ വിദ്യാർത്ഥിക്കും അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. അപ്പോൾ ഞാൻ ആ വിദ്യാർത്ഥി, എന്തുകൊണ്ടാണ് ആ വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്തതെന്ന് ഞാൻ ആദ്യം ചെന്ന് നോക്കിയത് എവിടെയാണ്, ആ വിദ്യാർത്ഥിയുടെ റാങ്കാണ് നോക്കിയത്. ആ വിദ്യാർത്ഥിയുടെ റാങ്കാണ് ഞാൻ ആദ്യം നോക്കിയത്. മനസ്സിലാകുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ആ വിദ്യാർത്ഥി കൊടുത്തിരിക്കുന്ന സ്കൂളുകൾ, അത് ആ വിദ്യാർത്ഥിക്ക് എന്താണ് ലേശം മാർക്ക് കുറവാണ്, A+ കാര്യങ്ങളോ ഒന്നുമില്ല, ലേശം മാർക്ക് കുറവാണ്. അന്നേരം എന്ത് സംഭവിച്ചു, ആ വിദ്യാർത്ഥി കൊടുത്ത സ്കൂളിലെല്ലാം എന്താണ് ചെയ്തിരിക്കുന്നത്, നല്ല മാർക്കുള്ള വിദ്യാർത്ഥി, അതായത് 5ഉം 6ഉം 7ഉം 8ഉം A+ ഉള്ള വിദ്യാർത്ഥികൾ കയറിയിരിക്കുന്ന, അത് വലിയ വലിയ സ്കൂളുകളിലേക്കാണ് ആ വിദ്യാർത്ഥി കൊടുത്തിട്ടുള്ളത്. ഞാൻ ചെറിയ ചെറിയ മറ്റ് സ്കൂളുകളെ അപമാനിക്കുന്നല്ല കേട്ടോ, അപമാനിക്കുന്നൊന്നുമല്ല. അത് വലിയ സ്കൂളെന്ന് പറഞ്ഞാൽ എന്താണ് കൂടുതൽ ടൗൺ പ്രദേശങ്ങളിലുള്ള സ്കൂളുകളും, പിന്നെ നല്ല നല്ല വലിയ വലിയ സ്കൂളുകളൊക്കെ കാണില്ല, 100% വിജയം അങ്ങനെയൊക്കെ ഉള്ള സ്കൂളുകളിലേക്കാണ് ആ വിദ്യാർത്ഥി കൂടുതൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അപ്പോൾ ആ വിദ്യാർത്ഥിയുടെ റാങ്ക് ഞാൻ വെച്ച് പരിശോധിക്കുമ്പം ആ സ്കൂളിൽ കയറിയ, ആ സ്കൂളിൽ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നപ്പോൾ കയറിയ വിദ്യാർത്ഥിയുടെ റാങ്കിൻ്റെ 7 അയലത്തെത്തിയില്ല ഈ വിദ്യാർത്ഥിയുടെ റാങ്ക്. ഈ വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ വളരെ താഴെയാണ്. പക്ഷേ അവിടെ ലാസ്റ്റ് കയറിയ വിദ്യാർത്ഥിയുടെ റാങ്ക് വരെ, അത് നിങ്ങൾ ഓർക്കണം, മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞു, ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും കഴിഞ്ഞു, എന്നിട്ടും ഈ വിദ്യാർത്ഥിയുടെ റാങ്ക് വളരെ താഴെയും അവിടെ കയറിയ റാങ്ക് 100ഉം 200ഉം 300ഉം വ്യത്യാസമാണുള്ളത്. അപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, എങ്ങനെ പിന്നെ അലോട്ട്മെൻറ്റ് കിട്ടും? ഞാൻ എപ്പോഴും പല വീഡിയോയിലും പറയാറുണ്ട്, നിങ്ങളുടെ റാങ്കും ആ സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ റാങ്കും തമ്മിൽ മാക്സിമം പോയാൽ എന്തായിരിക്കണം, 100ൽ താഴെ ആയിരിക്കണമെന്ന്. 100ലോ 50ലോ താഴെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ആ സ്കൂളിൽ കിട്ടാൻ തന്നെ സാധ്യതയുള്ളൂ. അല്ലാതെ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് 1000, ആ വിദ്യാർത്ഥി അപേക്ഷിച്ച സ്കൂളിലെ റാങ്ക് 1400 കിട്ടുമോ? നോക്കിയിരിക്കത്തേ ഉള്ളൂ, കിട്ടിയല്ല. അതായത് ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് 1000, ആ വിദ്യാർത്ഥി കൊടുത്ത സ്കൂളിലെ അവസാനം പ്രവേശിച്ച വിദ്യാർത്ഥിയുടെ റാങ്ക് 1400 1300 ആണോ? എന്നാലേ ഇനിയൊരു 10 അലോട്ട്മെൻറ്റ് വിളിച്ചാലും നിനക്ക് സീറ്റ് കിട്ടില്ല. കാരണം എന്താണ്, ആ റാങ്കും നിൻ്റെ റാങ്കുമായിട്ട് അടുക്കുന്നു പോലുമില്ല, അല്പം പോലും അടുത്തേക്ക് വരുന്നില്ല.
അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇനി ചെയ്യേണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഉൾമേഖലയിലുള്ള സ്കൂളുകളൊക്കെ കുറച്ച് കൊടുക്കുക. അതായത് എന്താണ്, ഈ ഉൾമേഖലയിലുള്ള സ്കൂളുകൾക്കൊക്കെ കുറച്ച് പ്രത്യേകതയുണ്ട്. മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികളൊക്കെ കയറുന്നത് അങ്ങനെയാണ്. ഉൾമേഖലയിലുള്ള സ്കൂളുകളൊക്കെ മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികൾ ചിലപ്പോൾ ആ വിദ്യാർത്ഥി ഉണ്ടല്ലോ, ആ വിദ്യാർത്ഥി 5 സ്കൂളുകളാണ് കൊടുത്തിരിക്കുന്നത്. ആ 5ഉം വലിയ വലിയ സ്കൂളുകളാണ്, വലിയ ഉന്നത നിലവാരത്തിലുള്ള സ്കൂളുകളാണ്. കുറച്ച് ഉൾമേഖലയിലേക്കുള്ള സ്കൂളുകളൊന്നും കൊടുത്തിട്ടേയില്ല. പക്ഷേ അതേസമയം ആ വിദ്യാർത്ഥി കുറച്ച് ഉൾമേഖലയിലേക്കുള്ള കുറച്ച് കുറച്ച് ഈ ഉയർന്ന നിലവാരത്തിൽ കുറച്ച് ഉൾമേഖലയിലേക്കുള്ള സ്കൂളുകളൊക്കെ ആ വിദ്യാർത്ഥി കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആ വിദ്യാർത്ഥിക്ക് ഇതിന് നേരത്തെ അലോട്ട്മെൻറ്റ് കിട്ടിപ്പോയേനെ. ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ തന്നെ കിട്ടിപ്പോയേനെ. 100% ഉറപ്പാണ്. 100 അല്ലെങ്കിൽ ഒരു 90% ഉറപ്പായി പോയേനെ. പക്ഷേ ആ വിദ്യാർത്ഥി കൊടുത്തതിൽ എന്ത് സംഭവിച്ചു? ആ വിദ്യാർത്ഥിക്ക് ആ സ്കൂളിൽ കയറാനുള്ള മാർക്കില്ല. അതാണ് സത്യം പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഏതെങ്കിലും സ്കൂളുകൾ അലോട്ട്മെൻറ്റിന് വേണ്ടി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ആ സ്കൂളിൽ അല്ലെങ്കിൽ ആ കോളേജിൽ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് കാര്യമുണ്ടോ, നമുക്ക് കയറാൻ അവിടെ ചാൻസ് ഉണ്ടോ എന്ന് നോക്കണം. അല്ലാതെ കാണുന്നിടത്തെല്ലാം വലിച്ചു വാരി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ മാർക്കിനനുസരിച്ച് നമുക്ക് കയറാൻ സാധ്യതയുള്ള സ്കൂളുകളിൽ മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. എന്നാലേ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടൂ. ഇനി നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് വേണേൽ കൊടുത്തു. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ്, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഈ വീഡിയോ കാണിയല്ല, ട്രാൻസ്ഫറിന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വീഡിയോ കാണിയല്ല, ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികൾ മാത്രമേ ഈ വീഡിയോ കാണുകയുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒറ്റൊരു കാര്യം അവിടെ പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി ഒറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മാർക്ക് കുറവാണെങ്കിൽ കുറവുള്ള വിദ്യാർത്ഥികളെ കുറ്റപ്പെടുത്തുന്നതല്ല, അപമാനിക്കുന്നതല്ല, പരസ്യമായിട്ട് വീഡിയോ ഇട്ട് അപമാനിക്കാൻ ഞാൻ ശ്രമിക്കുന്നതേ അല്ല. അതിൻ്റെ പേരിൽ ആരും കേസ് കൊടുക്കില്ലേ പ്ലീസ്. അപമാനിക്കുന്നതല്ല, സത്യസന്ധമായിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്കൂളുകളിൽ നോക്കുക. അതായത് എല്ലാ സ്കൂളുകളിലും അവസാനം പ്രവേശിച്ച വിദ്യാർത്ഥിയുടെ റാങ്ക് നോക്കുക. അതായത് അതായത് നമ്മളിപ്പോൾ ചില കോളേജുകളിലും ചില സ്കൂളുകളിലും ചില കോളേജുകളിലും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ എന്ന് പറഞ്ഞാൽ നല്ല മാർക്കുള്ള വിദ്യാർത്ഥികൾ മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പം മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികൾക്ക് കിട്ടിയല്ല. അന്നേരം എന്തു ചെയ്യും, ഈ ചില സ്കൂളുകളിലേക്കൊക്കെ, ചില ഉൾമേഖലയിലുള്ള സ്കൂളുകളിലേക്കൊക്കെ എന്ത് ചെയ്യില്ല, ഈ മാർക്ക് കൂടുതലുള്ള വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ വലിയ വലിയ ടൗൺ ഏരിയയിലുള്ള സ്കൂളുകളിലേക്ക് കയറും. പക്ഷേ മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികളൊക്കെ എന്ത് ചെയ്യും, ഈ ഉൾമേഖലയിലുള്ള സ്കൂളുകൾ കയറും. കാരണം അവരുടെ ലക്ഷ്യം എന്താണ്, വലിയ സ്കൂളിൽ പഠിക്കുക എന്നല്ല, എങ്ങനെയും ഒരു അഡ്മിഷനാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഈ ഉൾമേഖലയിലുള്ള സ്കൂളുകളിലേക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്നത്. അല്ലാതെ വലിയ വലിയ സ്കൂളുകളിലൊക്കെ കൊണ്ടുവരുന്നത്, മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികൾ വലിയ വലിയ സ്കൂളുകളിൽ കൊടുത്താൽ കിട്ടില്ല. കാരണം എനിക്കങ്ങനെ അനുഭവമുണ്ട്. കാരണം എനിക്ക് SLCക്ക് വലിയ മാർക്കൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ വലിയ വലിയ സ്കൂളുകളിൽ കൊടുത്തിട്ട് കിട്ടിയില്ല. എനിക്കൊരു ഉൾമേഖലയിലുള്ള സ്കൂളാണ് കിട്ടിയത്. സ്കൂളിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഉൾമേഖലയിലുള്ള സ്കൂളാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉൾമേഖലയിലുള്ള സ്കൂളുകളൊക്കെ കൊടുത്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുവാണ്. ഇത് നിങ്ങൾക്ക് ഏത് സ്കൂള്, നമ്മളിപ്പോൾ നോക്കേണ്ടത്, നമുക്കിപ്പോൾ പോകാൻ ആഗ്രഹമുള്ള സ്കൂളുകളല്ല കൂടുതൽ നോക്കേണ്ടത്, നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്കൂളുകൾ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, അലോട്ട്മെൻറ്റ് പ്രശ്നമാണ്. ഒരു 100-ൽ താഴെ, ഇപ്പോൾ ഈ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് 1000, മറ്റൊരു വിദ്യാർത്ഥിയുടെ റാങ്ക് 1100, അത്രയൊക്കെ ഉണ്ടെങ്കിലേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഈ 100-ൽ താഴെയാണ് റാങ്കെങ്കിൽ മാത്രമേ ആ വിദ്യാർത്ഥിക്ക് ആ സ്കൂളിൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് 1000, മറ്റൊരു വിദ്യാർത്ഥിയുടെ റാങ്ക് 1400 അല്ലെങ്കിൽ 1300, ഇനി 1200 ആണെങ്കിൽ പോലും കിട്ടാനുള്ള സാധ്യത ഒരു 10% അല്ലെങ്കിൽ 5% മാത്രമാണ്. എങ്ങനെയാടാ കയറുന്നത്? 1000 റാങ്ക് ഉണ്ട്, പക്ഷെ അവിടെ ലാസ്റ്റ് കയറിയവൻ 1200 കയറും. 1000 റാങ്ക് ഉള്ളവൻ 1200 റാങ്കുള്ള സ്കൂളിൽ കയറും. പക്ഷെ അതിന് ഒറ്റൊരു നിബന്ധന, ഒരു പ്രൊസീജിയർ അവിടെ വേണം. എന്ത് ചെയ്യണം, നിൻ്റെ 1000-നും അവിടെ ലാസ്റ്റ് പ്രവേശിച്ച 1200 വിദ്യാർത്ഥിയുടെയും റാങ്കിൽ
അത്രയും അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു ഒരാൾ വരാൻ പാടില്ല. ഇപ്പം 1000 അവൻ വിചാരിക്കും 1200 എനിക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അലോട്ട്മെൻറ്റ് നിനക്ക് കിട്ടിയില്ല. കാരണം എന്താണ്, അവിടെ 1200 ലാസ്റ്റ് കയറി, നിൻ്റെ റാങ്ക് 1000. അപ്പോൾ 1200-നും 1100-നും ഇടയിലുള്ള മറ്റൊരു വിദ്യാർത്ഥി അവിടെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് നിനക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതെ പോയത്. പക്ഷേ നിൻ്റെ റാങ്ക് 1000, അവിടെ കയറിയവൻ്റെ റാങ്ക് 1050 ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തേനെ, ഒരു 80 അല്ല ഒരു 90% നിനക്ക് അവിടെ കിട്ടിപ്പോയേനെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി കൊടുക്കുമ്പോഴെങ്കിലും എന്ത് ചെയ്യുക, സെക്കൻഡ് സപ്ലിമെൻ്റലോട് കുറച്ച് ഉൾമേഖലയുള്ള സ്കൂളുകൾ കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്കൂളുകളിൽ കൊടുക്കുക. കിട്ടാനുള്ള സാധ്യത കൂടും. ഞാൻ ഈ പറഞ്ഞ ഈ പ്രൊസീജിയർ നിങ്ങൾ പിന്തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഇസ് ക്രേ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രേ എഫോർട്ട് ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.